സംസ്ഥാനത്തെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ബക്രീദ് പ്രമാണിച്ച് നാളെ അവധി. പ്രൊഫഷണൽ കോളേജുകൾക്ക് ഉൾപ്പെടെയാണ് അവധി നൽകിയിട്ടുള്ളത്. നിലമ്പൂർ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെയാണ് മുസ്ലിം സംഘടനകളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി സർക്കാർ ഉത്തരവ് പുറപ്പെടുവിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ശാലിനി ചേർന്നുണ്ട്. ശാലിനി, സർക്കാരിൻ്റെ ഈ ഒരു നീക്കത്തിന് പിന്നിൽ എന്താണ്, മറ്റു വിവരങ്ങൾ എന്തൊക്കെ? വിഷ്ണു, ആദ്യം ഒരു ഉത്തരവ് ഇറക്കുന്നു, പിന്നീട് ആ ഉത്തരവ് തിരുത്തിക്കൊണ്ട് വീണ്ടും ഒരു ഉത്തരവ്. അതാണ് ഈ ബക്രീദ് അവധി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ ഇറക്കിയിട്ടുള്ള ഉത്തരവ് എന്നുള്ളത്. അത് വലിയ രീതിയിലുള്ള ആശയക്കുഴപ്പങ്ങൾ ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. പ്രധാനമായും നിലമ്പൂർ തെരഞ്ഞെടുപ്പ് അടക്കം അടുത്തിരിക്കുന്ന സാഹചര്യം, മുസ്ലിം സംഘടനകളെ ചേർത്ത് പിടിക്കാനുള്ള സർക്കാരിന്റെ തന്ത്രം, ന്യായം, അതാണ് ഈ ഉത്തരവിന്റെ തിരുത്തലിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബക്രീദ് അവധി, സംസ്ഥാനത്ത് ബലിപെരുന്നാൾ അവധി ശനിയാഴ്ചയാണ് നടക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ ബലിപെരുന്നാൾ കണക്ക് മാസപ്പിറവി അടക്കം നോക്കി എണ്ണിയെടുക്കുകയാണെങ്കിൽ അത് ശനിയാഴ്ചയാണ് വരേണ്ടത്. അതിന്റെ അടിസ്ഥാനത്തിൽ ശനിയാഴ്ച സംസ്ഥാനത്തെ സർക്കാർ സ്ഥാപനങ്ങൾക്കും ഒക്കെ അവധി പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവധി പ്രഖ്യാപിച്ചുകൊണ്ട് ആദ്യം ഗവൺമെന്റ് ഓർഡർ ഇറക്കുന്ന പശ്ചാത്തലവും ഉണ്ടായി. ഇതിന് പിന്നാലെ വലിയ രീതിയിൽ ഉള്ള വിമർശനങ്ങൾ സർക്കാരിനെതിരെ ഉയരുന്നു. മുസ്ലിം ലീഗ് സംഘടനകൾ അടക്കമുള്ളവർ വിമർശനവുമായി സർക്കാരിനെതിരെ എത്തുന്ന പശ്ചാത്തലം, ഭരണ കക്ഷി സംഘടനയായ INL അടക്കമുള്ളവർ ഇക്കാര്യത്തിൽ വിമർശനം അറിയിച്ച ഒരു പശ്ചാത്തലം കൂടി നിലനിൽക്കുന്നുണ്ട്. ഈ ഘട്ടത്തിലാണ് സർക്കാർ ഇപ്പോൾ ആ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോവുകയും നാളെ, അതായത് വെള്ളിയാഴ്ചയായ നാളെ, സംസ്ഥാനത്തെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഉത്തരവ് ഇപ്പോൾ പുതിയതായി സർക്കാർ ഇറക്കുകയും ചെയ്തിട്ടുള്ളത്. സംസ്ഥാനത്ത് 1 മുതൽ 12 വരെയുള്ള ക്ലാസുകൾക്ക് അവധിയാണ് നാളെ എന്നുള്ളതാണ് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി അറിയിച്ചിട്ടുള്ളത്. തൊട്ടു പിന്നാലെ തന്നെ പ്രൊഫഷണൽ കോഴ്സുകൾ, കോളേജുകൾ അടക്കമുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിക്കുന്നതായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കൂടി അറിയിക്കുന്നു. R ബിന്ദുവിന്റെ ഭാഗത്തു നിന്നും അറിയിപ്പുണ്ടാകുന്നു. തൊട്ടു പിന്നാലെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള ഔദ്യോഗിക ഉത്തരവ് കൂടി വരികയാണ്. എന്തായാലും ഈ മുസ്ലിം സംഘടനകളെ ചേർത്ത് പിടിക്കാൻ ഒരു പീഡന തന്ത്രമാണ് ഇവിടെ നടന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ വിമർശനം ഉയരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമുക്കറിയാം, അക്കാദമിക് കലണ്ടർ അടക്കം പുറത്തിറക്കിയ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് അധിക സമയ പ്രഖ്യാപനം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വന്നിരുന്നു. രാവിലെയും വൈകിട്ടുമായി 15 മിനിറ്റ് വീതം അരമണിക്കൂർ ക്ലാസുകൾ ഇനി സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിൽ ഏർപ്പെടുത്തും എന്നുള്ളതായിരുന്നു സർക്കാരിന്റെയും ഒപ്പം തന്നെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനം. ഈ തീരുമാനത്തിലും വെള്ളിയാഴ്ച ദിവസം അധിക സമയം പഠനം വേണ്ട എന്നുള്ളൊരു തീരുമാനം സർക്കാർ എടുത്തിരുന്നു. അവിടെയും ചില മുസ്ലിം സംഘടനകൾ അടക്കമുള്ളവരുടെ ഇടപെടലാണ് ആ ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചത് എന്നുള്ളൊരു വിമർശനം നിലനിൽക്കുകയാണ്. അതിലടക്കം വിവാദങ്ങൾ ഉയർന്നു നിൽക്കുമ്പോൾ തന്നെയാണ് ഈ ബക്രീദിന് ഇത്തരത്തിലൊരു അവധി ഏർപ്പെടുത്തിക്കൊണ്ടും അവധിയിൽ ഔദ്യോഗികമായി തിരുത്തൽ നൽകിക്കൊണ്ടുമുള്ള സർക്കാർ ഉത്തരവ്. എന്തായാലും ശനിയാഴ്ച നിലവിൽ ഇത്തരത്തിൽ അവധി പ്രഖ്യാപിച്ചതിന് പുറമെ ഇപ്പോൾ വെള്ളിയാഴ്ച, അതായത് നാളെ 6-ാം തീയതി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കലണ്ടറിൽ പ്രഖ്യാപിച്ചതുപോലെ അവധി പ്രഖ്യാപിക്കുകയാണ്. പക്ഷേ സർക്കാർ സ്ഥാപനങ്ങൾക്ക് അവധി ബാധകമായിരിക്കില്ല എന്നുള്ളതാണ് നമുക്ക് നിലവിൽ അറിയാൻ സാധിക്കുന്നത്. വിഷ്ണു, ശരി, ശാലിനിയാണ് വിവരങ്ങൾ നൽകിയത്.